ഹരിശ്യാം ജെഇ അഡ്വാൻസ്ഡ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ കേരള 10ാം സ്ഥാനം കരസ്ഥമാക്കി. ഓൾ ഇന്ത്യ റാങ്ക് 830 നേടിയ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി ഹരിശ്യാം മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിയാണ്. സബ് എഞ്ചിനീയറായ അനിൽകുമാറിന്റെയും അസിസ്റ്റന്റ് പ്രൊഫസറായ സിനി പിയുടെയും മകനാണ് ഹരിശ്യാം. +1 +2 പഠനത്തിനൊപ്പമാണ് ഹരിശ്യാം ഈ വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഹരിശ്യാമിനെ അഭിനന്ദിക്കാൻ ബ്രില്യന്റ് ഡയറക്ടർ ജോർജ് തോമസാറും മറ്റു ടീം അംഗങ്ങളും ഹരിശ്യാമിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് ആ കുടുംബവും ബ്രില്യന്റ് ഫാമിലിയും കടന്നു പോകുന്നത്. എന്തേ അതെ നീ ഭാഗ്യമുള്ളവരാണ്ടോ ഇവിടെ കയറിയില്ലേ? തൊട്ടതായിട്ട് 1000 ഉണ്ടോ എഴുതി ഇവിടെ എടുക്കാനാണ് പഠിച്ചെടുത്തതാണ്. അതുകൊണ്ട് നല്ലപോലെ രക്ഷപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുക. ഇനിയാണ് നോക്കേണ്ടത്, ഇനിയാണ് നമ്മൾ വഴിതെറ്റിപ്പോകുന്നത്, ഇനിയാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അക്കാഡമിക്ക് കൃത്യമായിട്ട് അല്ലേ പഠിച്ചു കഴിഞ്ഞത് കൊണ്ട് ഇനി എളുപ്പമായി. ഇനി ഒന്നും പുറത്ത് പോകാൻ ഇനി മിനിറ്റ് മാത്രമേ ഉള്ളൂ. വേറെ മത്സരങ്ങളോ ഒന്നും ഇല്ല. ഇതിനകത്ത് ഏറ്റവും ടോപ്പായിട്ട് ഇറങ്ങുക, ടോപ്പായ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനോ പിന്നീട് നിങ്ങൾ പഠിക്കാനോ അപ്പോൾ അവരെ ഓരോരുത്തർക്കും ഒരു കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മളെ നോക്കിയിട്ട് കാര്യം മാറ്റരുത്, മാറ്റിയിട്ട് ഒരു കാര്യമില്ല. കാരണം അവർ ഇന്നും പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കും. എനിക്കതേ ഉള്ളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും കേട്ടോ, ലക്ഷ്യം സാധിക്കട്ടെ. ഹരിശ്യാമിന്റെ വിജയനാൾ വഴികൾ പറഞ്ഞുകൊണ്ടുള്ള അഭിമുഖത്തിലേക്ക്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. IIT JEE അഡ്വാൻസ്ഡ് റിസൾട്ട് പബ്ലിഷ് ചെയ്തല്ലോ. ഇപ്പോൾ പബ്ലിഷ് ചെയ്തപ്പോൾ നമുക്ക് ബ്രില്യൻറ്റിന് അഭിമാന നേട്ടം കൈവരിച്ച ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. പേര് ഹരിത്ത് എന്നാണ്. ഹരിത്ത് കോഴിക്കോട് ബ്രില്യൻറ്റിൻ്റെ സെൻറ്ററിലാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഹരിത്തിനെ പരിചയപ്പെടാം. ഹരിത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും നമ്മളോട് ഷെയർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഹരിത്തിന് പറയാനുള്ളത് നോക്കാം. ഹായ് ഹലോ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓൾ ഇന്ത്യ റാങ്ക് 830 ആണ്. ബാക്കിയൊക്കെ ഹരിത്ത് പറയും. അപ്പോൾ ഞാൻ 10th വരെ എൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ ഭവൻസിലാണ് പഠിച്ചത്. അതിനുശേഷം ബ്രില്യൻറ്റിന് കണ്ടിട്ടാണ് ഞാൻ കോഴിക്കോട് CMI സ്കൂളിലേക്ക് ചേർന്നത്. അവിടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ 2 വർഷം ഞാൻ പരിശീലിച്ചു. അതിൽ എനിക്ക് വിചാരിച്ചതിലും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റിന് സാധിക്കാൻ പറ്റി. അതിൻ്റെ കൂടെയാണ് ഇങ്ങനെയൊരു വലിയ നേട്ടവും കിട്ടിയത്. പിന്നെ എൻ്റെ പഠന രീതി തന്നെ എനിക്ക് മാറ്റേണ്ടി വന്നു. ഇങ്ങനെ ഈ ഒരു കോച്ചിങ്ങിന് പോയ സമയത്ത് ഞാൻ ബൈഹാർട്ടാക്കിയ സാധനങ്ങൾ പോലും ഞാൻ ഇപ്പോൾ കൺസെപ്റ്റ് വഴിയാണ് ഞാൻ പഠിക്കാൻ ശീലിച്ചത്. അതുകൊണ്ട് തന്നെ അത് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കുറച്ച് ഈസി ആയിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ പിന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ടഫായിട്ടുള്ള സബ്ജക്റ്റിലാണ്. ടഫ് ആയിട്ടുള്ളത് കെമിസ്ട്രി ആയിരുന്നു. അങ്ങനെ കെമിസ്ട്രി കുറേ സമയം കൊടുത്തിട്ട് അങ്ങനെ അത്യാവശ്യം ഈസി ആക്കി എടുക്കാൻ പറ്റി. പിന്നെ ഫിസിക്സ് താല്പര്യമുള്ളതിനെ കൊണ്ട് എങ്ങനെയായാലും സമയം അതിലേക്ക് കൊടുക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു നേട്ടത്തിന് കാരണം മെയിനായിട്ട് വരുന്നത് എല്ലാവരുടെയും സപ്പോർട്ടായിരുന്നു. എല്ലാ ഫാക്കൽറ്റീസിൻ്റെയും ബ്രില്യൻറ്റത്തെ ടീച്ചേഴ്സിൻ്റെയും എല്ലാം സപ്പോർട്ട് നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ഇവിടെ സെൻട്രലാണെങ്കിൽ ക്ലാസ് ടീച്ചർ ഷേർലി മാം, അതുപോലെ തന്നെ പീയൂഷ് സാർ, പിന്നെ ജോർജ് സാർ, അങ്ങനെ സെൻട്രലിൽ തന്നെ നോൺ ടീച്ചിങ് ഫാക്കൽറ്റി നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അതുപോലെ തന്നെ സബ്ജക്ട് ടീച്ചേഴ്സും എപ്പോഴും ഡൗട്ട് ചോദിച്ചാലൊക്കെ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യായിരുന്നു. ഇപ്പോൾ എക്സാമിൻ്റെ തൊട്ടടുത്തായ സമയത്ത് ചില ടീച്ചേഴ്സ് അയച്ച അപ്പം തന്നെ നോക്കിയിട്ട് അപ്പം തന്നെ അതിന് ആൻസർ തരുമായിരുന്നു. പിന്നെ അതല്ലാതെ ബിനിൽ സർ എപ്പോഴും വിളിച്ച് അന്വേഷിച്ച് സപ്പോർട്ട് ചെയ്യായിരുന്നു. പിന്നെ വേറെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹോസ്റ്റൽ വാർഡൻ ദീപു സാർ, അതേപോലെ തന്നെ സ്കൂളിൻ്റെ ഹോസ്റ്റൽ വാർഡൻ സന്തോഷ് സാർ, അങ്ങനെ ഒട്ടനവധി ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ എനിക്ക് നേടാൻ പറ്റിയത്. അപ്പോൾ ഹരിത്തെ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിനാണല്ലോ ജോയിൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ ഒരുപാട് എക്സാംസ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? മോഡൽ എക്സാംസ് ആയാലും അല്ലാതെ യൂണിറ്റ് എക്സാംസ് ഒക്കെ ആയിട്ടായാലും നമ്മൾ ഒരുപാട് എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എക്സാമിനോടുള്ളൊരു പേടി അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു അവസാനമുള്ള നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ? അവസാനമുള്ള മോഡൽ എക്സാംസ് സത്യം പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിലൂടെ നമ്മളെല്ലാ ടോപ്പിക്സും കവർ ചെയ്തു. അതുപോലെ തന്നെ എല്ലാ ലെവൽ ഓഫ് ടഫ്നെസ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് എക്സാമും നന്നായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു.
കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് അത് എഴുതിയപ്പോൾ എല്ലാ ടോപ്പിക്സും നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റി. അതിൻ്റെ കൂടെ തന്നെ എല്ലാ ടഫ്നെസ് ലെവലിലുള്ള പേപ്പർ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സെഷനിൽ ഏറ്റവും ടഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് വന്നപ്പോഴും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. കൂടെ തന്നെ സെക്കൻഡ് സെഷനിൽ അത്യാവശ്യം ഈസി പേപ്പർ ആയപ്പോഴും മെയിൻസിൻ്റെ കേസിലൊക്കെ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ അഡ്വാൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഈ അഡ്വാൻസിനെക്കാൾ ടഫായിട്ടാണ് ഞങ്ങൾക്ക് ആക്ച്വലി വന്നത്. അപ്പോൾ ഇത് എഴുതുമ്പോഴും ഒരു ഇത്തിരി ഈസി ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് മിസ്സാക്കാതെ എല്ലതും അറ്റൻഡ് ചെയ്യാവുന്നതായിരുന്നു വൺ ഓഫ് ദ മോസ്റ്റ് പ്രയോറിറ്റൈസ്ഡ് ഇതിനുള്ള ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ അമ്മ അസിസ്റ്റന്റ് പ്രൊഫസർ ആണല്ലേ, അത് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ അമ്മ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ പഠിക്കാനൊക്കെ? ഇല്ല, ഞാൻ മാത്സിൽ അങ്ങനെ അമ്മയോട് ചോദിക്കാറില്ല അല്ലേ? ഓക്കെ, അപ്പൊ കുറച്ച് ടഫായിരുന്നത് കെമിസ്ട്രി ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ? ടഫ് പഠിക്കാൻ ടഫ് കെമിസ്ട്രി ആയിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് ഓവർകം ചെയ്ത്? കൂടുതൽ സമയം കൊടുത്തു, കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തു, എങ്ങനെയാണ്? ഞാൻ കുറേ സമയം കൊടുത്തില്ല. വീട്ടിൽ നിന്ന് ഞാൻ മാത്സും ഫിസിക്സും പഠിക്കുന്നത് ഭയങ്കര കുറവാണ്. കൂടുതൽ പഠിച്ചത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി ഒട്ടുമിക്ക സമയത്തും കെമിസ്ട്രി പഠിക്കും. പിന്നെ വേറെ റെഫറൻസ് ബുക്ക് റെഫർ ചെയ്യും, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്യും, വർക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ശ്രീജിത്ത് സാർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഡൗട്ട് ചോദിച്ചാൽ അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. മനസ്സിലാവുന്നവരെ സാർ എക്സ്പ്ലെയിൻ ചെയ്തു തന്ന് അങ്ങനെ സാറ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് എനിക്ക് കെമിസ്ട്രി നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, നമ്മുടെ മെറ്റീരിയൽസ്, ഇപ്പം മെറ്റീരിയൽസ് ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു? മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റ് കുറേ മെറ്റീരിയൽസ് തരുന്നുണ്ട്. അതിൽ ഞാൻ ആദ്യം എല്ലാതും കുറച്ച് നോക്കിയിട്ട് എനിക്ക് ഏതാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് എന്ന് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ അത് ഫെർദർ ചെയ്യാൻ നോക്കിയത്. അങ്ങനെ കുറച്ച് സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കൊക്കെ ഞാൻ നന്നായിട്ട് നോക്കി. പിന്നെ ബ്രെയിൻ പോയിന്ററും അത്യാവശ്യം അങ്ങനെ ഉപയോഗിച്ചു. പിന്നെ ബാക്കി ടീച്ചേഴ്സ് റെഫറൻസ് ചെയ്ത ഒരു ബുക്കും വാങ്ങിയിട്ടാണ് കെമിസ്ട്രി അങ്ങനെ പഠിക്കാൻ പറ്റിയത്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ്. കാരണം അതിൽ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ടഫ് ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിലാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ അവിടുത്തെ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയായിരുന്നു? നമ്മളെ പഠിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. നല്ല ഫാക്കൽറ്റീസ്, അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ലൊരു കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട് അവിടുത്തെ ലൈബ്രറിയിൽ. അത് എപ്പോഴും നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ അവിടുന്ന് കുറേ ബുക്സ് എടുത്തിരുന്നു, എസ്പെഷ്യലി കെമിസ്ട്രി റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും ലോങ് ടേം ആയിട്ട് എടുത്തതല്ല, അവിടുന്ന് തന്നെ റെഫർ ചെയ്യും, അവിടെ തന്നെ വെക്കുകയായിരുന്നു നമുക്ക് ഓരോ ടോപ്പിക്സ് വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്ന് ബുക്ക് വാങ്ങിയിരുന്നു. ഫിസിക്സ് വല്ലാതെ വാങ്ങിയിട്ടില്ല, പക്ഷേ മാത്സും കെമിസ്ട്രിയിൽ ഹിമാൻഷു പാണ്ഡെ വാങ്ങി. അതുപോലെ തന്നെ മാത്സിൽ ബലാജി പബ്ലിക്കേഷൻസിൻ്റെ ജെ അഡ്വാൻസ് പ്രോബ്ലംസ് വാങ്ങിയിരുന്നു. അത് രണ്ടും അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇവിടെ സെൻട്രലിൽ നമുക്ക് എപ്പോഴും ഒന്ന് മോട്ടിവേഷൻ കുറഞ്ഞു പോയെന്ന് തോന്നിയാൽ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് കുറേ ആൾക്കാരുണ്ട്. ജോർജ് സാർ എപ്പോഴും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ് ടീച്ചർ എപ്പോഴും അമ്മയെ തന്നെ വിളിച്ച് നോക്കിയിരുന്നു. പിന്നെ എപ്പോഴും എക്സാം കഴിഞ്ഞാൽ മിക്ക എക്സാം കഴിഞ്ഞാലും ജോർജ് സാർ അവിടെ വന്ന് റാങ്ക് ലിസ്റ്റ് എല്ലാം വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തെല്ലാം ഇപ്പം നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് ക്ലിയർ ആക്കി തരുന്നതുകൊണ്ട് വേറെ ഡൗട്ടുകളൊന്നും അങ്ങനെ കൂടുതലില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്തതിനെ കൊണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ റിസൾട്ടും കൈവരിക്കാൻ പറ്റി. നേരത്തെ നമ്മുടെ ബ്രില്യൻറ്റിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഇനിയും ജെയ് അഡ്വാൻസിനും ജെയ് മെയിനും ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഹരിത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ടിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒരു സ്റ്റഡി സ്ട്രാറ്റജിയൊക്കെ കീപ്പ് ചെയ്തിട്ടായിരിക്കുമല്ലോ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയുണ്ടായിരുന്നു? ഒരു ദിവസം എത്ര മണിക്കൂറൊക്കെ പഠിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. എനിക്കങ്ങനെ ടൈം റെസ്ട്രിക്ഷൻ അങ്ങനെ വല്ലാതെ ഇല്ലായിരുന്നു. ടോപ്പിക്ക് അത്യാവശ്യം ഒരു ദിവസം കവർ ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള എയിം. പിന്നെ സ്ട്രാറ്റജി എന്നുള്ളത് എപ്പോഴും ഒന്നാമത്തെ സ്ട്രാറ്റജി കൺസെപ്റ്റ് പഠിക്കലായിരുന്നു. എല്ലതും മനസ്സിലാക്കി പഠിക്കാനാണ് ഞാൻ ട്രൈ ചെയ്തത്. സെക്കൻഡായിട്ട് എറർ കുറയ്ക്കാൻ നോക്കി. അത് മൊത്തമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിരുന്നു. ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് മെയിനായിട്ട് എനിക്ക് എൻ്റെ സ്ട്രാറ്റജീനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇനി പുതിയതായിട്ട് പഠിക്കുന്നവരും
ഇത് തന്നെ ഫോളോ ചെയ്താൽ അവർക്ക് നന്നായിട്ട് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇനി എഴുതാനുള്ളവർക്ക് ബെസ്റ്റ് ഓഫ് ലക്ക്. ഹരിത ഈ ഒരു റാങ്കിൽ എത്തിയല്ലോ, അപ്പോൾ ഹരിത്തിന് ഒരു ഡ്രീം കോളേജ് മുന്നേ ഒക്കെ അങ്ങനെ ഇന്ന കോളേജിൽ പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന സ്ട്രീം എടുക്കണം, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, കെമിക്കൽ, അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക്സ് ഒരുപാട് സ്ട്രീം ഉണ്ടല്ലോ. അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ ഏത് സ്ട്രീം എടുക്കണമെന്നായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ ഏത് കോളേജിൽ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം? എനിക്ക് മെയിനായിട്ട് കോഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. ഇലക്ട്രോണിക്സ് ആണ് ഏറ്റവും താല്പര്യമുള്ള കോഴ്സ്. അതിൻ്റെ കൂടെ എനിക്ക് റിസർച്ചും കൂടി കുറച്ച് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ IIITയിലുള്ള UG പ്രോഗ്രാം വഴി എൻട്രൻസ് കിട്ടുന്ന നമുക്ക് ഡുവൽ ഡിഗ്രി പ്രോഗ്രാം, ദാറ്റ് ഈസ് BTech + MS by റിസർച്ച് ആയിരുന്നു താല്പര്യം. പക്ഷേ ഇങ്ങനെ ഒരു റാങ്ക് കിട്ടിയപ്പോഴാണ് നമുക്ക് IITയിലേക്ക് മാറണോ എന്നുള്ളൊരു ഡൗട്ട് വരുന്നത്. ഞാൻ അനിൽകുമാർ, KSEBയിൽ കോഴിക്കോട് വർക്ക് ചെയ്യുന്നു. ഹരിത്ത് ഇവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെ 10ാം ക്ലാസ് വരെ ഭവൻസ് വിദ്യാശ്രമത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം പിന്നെ കോച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് CMI മെഡിക്കൽ കോളേജ് സെൻറ്ററിലേക്ക് സ്കൂളിലേക്ക് മാറിയിരുന്നു. അതിനുശേഷം ആൾ കുറച്ചുകൂടെ പഠനത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്രോഡീകരിച്ച് പഠിച്ചതിൻ്റെ ഫലമായിരിക്കണം ഇങ്ങനെ നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചു. എൻ്റെ പേര് സിനി. ഞാൻ യൂണിവേഴ്സിറ്റി മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അവൻ 10ാം ക്ലാസ് പഠനത്തിന് ശേഷം മറ്റേ ബ്രില്യൻറ്റിൽ കോച്ചിങ്ങിന് വന്നതിന് ശേഷമാണ് പഠിത്തം ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൺസെപ്റ്റ് കൂടുതൽ മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങി. സത്യത്തിൽ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. പിന്നെ ക്ലാസ് ടീച്ചർ, ഷേർലി ടീച്ചർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ സമയത്തും. അവന് എല്ലാ സമയത്തും ടീച്ചർ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ്ട്രാ റീഡിങ്ങിനുള്ള ബുക്സ് വരെ സജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ തോന്നിയത് അവിടുത്തെ എക്സാമുകളായിരുന്നു. ഓരോ ദിവസം എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിവ്യൂ വരുന്നത് വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. നല്ല സപ്പോർട്ടിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടാൻ പറ്റിയത്. അതിൽ ബ്രില്യൻറ്റിനോട് വളരെ നന്ദിയുണ്ട്.